ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ ഒരു റെഡ് ഐവറി മാങ്ങയാണ് കേട്ടോ. റെഡ് ഐവറി മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സ്വന്തം ഗാർഡനിൽ ഡ്രമ്മിൽ കായ്ച്ചതാണ് കേട്ടോ. ഓക്കെ, 3-4 മാങ്ങ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇനിയിപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോയത് തന്നെ അണ്ണാന് സാപ്പിട്ടതാണ് ഇങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാങ്ങയാണിത്, കവറിട്ടിട്ട് കാണാതെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2 ദിവസം ഒന്ന് വെച്ച് ഇതൊന്ന് പഴുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. കാരണം റെഡ് ഐവറി നമ്മൾ മുറിച്ച് കഴിച്ചിട്ട് ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. ഇന്നത് കണ്ടില്ലൊരു മാങ്ങ എന്താ അല്ലേ, കാരണം റെഡ് ഐവറി മാംഗോ. റെഡ് ഐവറി മാംഗോ ഒരു മധുരത്തിൻ്റെ ഒരു പുതു തലമുറ തന്നെയാണിത്. ഇത് ശരിക്കും അൽഫോൺസയെ വെട്ടൂലെ അതിനെ കഴിച്ചു വെക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഒരു സംഭവം മാങ്ങയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ടെറസിലാണെങ്കിലും സ്ഥലപരിമിതി ഉള്ളവർക്ക് കേട്ടോ, ഏക്കറ കണക്കിന് സ്ഥലമുള്ളവർക്കൊക്കെ പറമ്പിൽ വെക്കാം. അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് ചുരുക്കിയിട്ട് നമുക്കും കൃഷി ചെയ്യണം, നമുക്കും മാങ്ങ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ടെറസിൽ വെച്ചിട്ട് വളർത്താൻ പറ്റിയ ഒരു സൂപ്പർ മാങ്ങയാണത്. അതിൽ യാതൊരു സംശയമില്ല. അപ്പം ഞാനിപ്പോൾ അത് കഴിഞ്ഞ കൊല്ലാണ് കൊണ്ടുവന്ന് വെച്ചത്. അത്യാവശ്യം ഒരു 5-8 മാങ്ങ നമുക്ക് ഇതിൽ കായ്ച്ചു. പക്ഷേ കുറേയൊക്കെ പുഴു കുത്തി കായ്ച്ച കുത്തി നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ നോട്ടക്കുറവാണ് എന്ന് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാങ്ങ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെറസിലൊക്കെ എൻ്റെ ഗാർഡനിൽ എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ വളരെ കുറവാണ്. ടെറസൊക്കെ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട്. അപ്പം ഗാർഡനിൽ വെച്ച ഒരു മാങ്ങ ആയതുകൊണ്ട് തന്നെ വെയിൽ തീരെ കിട്ടാത്തൊരു സ്ഥലത്ത്. ഇതിന് അത്യാവശ്യം വെയിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു 6 മണിക്കൂറെങ്കിലും വെയിലും കിട്ടണം. അത്യാവശ്യം വെള്ളം വേണം. അത്യാവശ്യം ജൈവവളം മാത്രം ഇട്ട് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. വലിയൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എവിടെ കണ്ടാലും നിങ്ങൾ തൈകൾ വാങ്ങി വെച്ചോളൂ. ഒരു മടി വിചാരിക്കേണ്ട, അടുത്ത തലമുറയെ കീഴ്പ്പെടുത്താൻ പറ്റിയ ഒരു മാങ്ങയാണിത്. അല്ലാതെ ഞാനൊന്നും പറയണില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എടുത്തിട്ട്. ഇതിൻ്റെ കളർ തന്നെയാണ് ഇത്. റെഡ് ഐവറി എന്ന് പറഞ്ഞാൽ റെഡ് കളറും അതിൻ്റെ കൂടെ തന്നെ വൈറ്റും കൂടെ ചേർന്ന്, അതുകൊണ്ടാണിത് റെഡ് ഐവറി എന്ന് പറഞ്ഞത്. ഇത് പൊട്ടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിക്കണ്. അത് പുടുത്തം വിടുമെന്നുള്ള പേടി, ഓർമ്മയില്ല, മറവി, വയസ്സായില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും കേട് മറ്റാൾ വന്ന് കുത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു സൈഡ് നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് നമുക്കൊന്ന് നോക്കാം. ഇത് പ്രശ്നം, ഇത് മൂക്കാത്ത മാങ്ങേൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മൾ പേടിച്ചിട്ട് നേരത്തെ പൊട്ടിച്ച് വെച്ചതാണ്. കാരണം എല്ലാ മാങ്ങയും നഷ്ടപ്പെട്ട് ഇനി ഇതും നഷ്ടപ്പെടേണ്ട എന്നുള്ള നിലക്ക് പൊട്ടിച്ച് വെച്ചതാണ്. നമ്മളെ അൽഫോൺസൊക്കെ പോലെ തന്നെ നല്ല മധുരം, ചെറുതായിട്ടൊരു പുളി, നമ്മളെ ഇംഗ്ലീഷ് കുട്ടികൾ പറഞ്ഞാൽ ടാഞ്ചറിനൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു പുളിയും അതോടുകൂടി തന്നെ നല്ല മധുരവും. അൽഫോൺസ മാങ്ങ ഒക്കെ കഴിക്കുന്നത് പക്ഷേ അത്ര ക്രീമി അല്ല എന്ന് മാത്രം. പക്ഷേ ഫൈബർ കുറവാണ്, ഒരു മീഡിയം ഫൈബറേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു മൂപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഞാനിത് ബംഗാളിൽ നിന്ന് കഴിച്ചിരുന്നു, ഇതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ ഈ കളറ് ഇത്ര കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ കളർ നമുക്ക് ആ റെഡ് ഐവറി എന്നുള്ള പേരിനെ അറിയിപ്പിക്കുന്ന ഒരു കളർ തന്നെയാണ് നമ്മളിവിടെ കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ ശരിക്കും വലയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ആളുകൾ ഇതിൻ്റെ പിന്നാലെ നിന്ന് പോകില്ല. ഇതൊക്കെ ഇങ്ങനെ കായ്ച്ച് വീട്ടിൻ്റെ മുന്നിലൊക്കെ നിൽക്കണ നമ്മൾ ഒരു ബോഗൺവില്ലേ അല്ലെങ്കിൽ ഒരു തെച്ചിയോ മറ്റൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു മാങ്ങ വെച്ചാൽ, അതാണ് ഞാൻ പറയാറ്. അല്ലാതെ ഏക്കറ കണക്കിന് സ്ഥലമുള്ളവർക്കൊക്കെ പറമ്പിൽ തന്നെയാണ് വെക്കേണ്ടത്. ആരും ടെറസിൽ അല്ലെങ്കിൽ ഡ്രമ്മിലൊന്നും ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാനൊക്കെ ആദ്യം ചോദിക്കൽ, നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വെക്കണം. സ്ഥലമില്ല, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ ഒരു ഗ്രോ ബാഗിലാണെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നാണൊക്കെ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ അതിന് വിപരീതമായിട്ട് പറഞ്ഞവരുണ്ട് കേട്ടോ, ഏക്കറ കണക്കിന് സ്ഥലമുള്ളവരൊക്കെ.
ഈ ടെറസ് ഗാർഡനെ പരിഹസിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ പരിഹാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ അണിയിച്ചൊരുക്കാൻ പറ്റിയൊരു വെറൈറ്റി മാങ്ങയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞില്ലേ മറ്റേത് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു, ഓരോന്ന് വരുമ്പോഴും നമ്മളതിനെ പറയും. അത് എല്ലാവർക്കും ഇപ്പോൾ എല്ലാം വാങ്ങി സ്വീകരിക്കണം പറ്റണമെന്നില്ല. ഇതിൽ മധുരത്തിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല മധുരമാണ്. നല്ല മധുരം തന്നെ എനിക്ക് തോന്നുന്ന ഒരു 20 വരെയൊക്കെ അത് വരും എന്നുള്ളതാണ്. ഇപ്പം മൂക്കാത്ത മാങ്ങയാണ്. ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിപ്പോൾ 16 ഉള്ളൂ. പക്ഷേ ഇത് 16 അല്ല, 20ൻ്റെ മേലേക്ക് തന്നെ വരും. കാരണം അത് മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ സീഡ് കണ്ടില്ല, അണ്ടി കൂട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സീഡ് വളരെ ചെറിയൊരു മാങ്ങയാണ്, സീഡില്ലാത്ത വളരെ ചെറിയ സീഡ്. കാരണം ഇപ്പോൾ ഇത്രയും വലിയൊരു മാങ്ങൻ്റെ ഇത്രയും ഭാഗങ്ങൾ കണ്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടാ. ഇത് സീഡില്ല എന്ന് വേണമെങ്കിൽ പറയാം. അണ്ടി കൂട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയാം. ഇത് മുറിച്ചാൽ നിങ്ങൾക്ക് അറിയാം. കണ്ട, ഇത് മോണമാണ്. അപ്പം വിത്തിട്ടിട്ട് ആരും മുളപ്പിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. അപ്പോൾ ഇതാണ് സംഭവം. ചെറിയ അണ്ടി, വളരെ നൈസ്. ഇതിൻ്റെ പകുതിയും ഇതിൽ ഫ്ലഷാണ്. ഇത് മൊത്തം അങ്ങനെ മോണ്ടി എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു പടപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സീഡിൻ്റെ. അപ്പം മുഴുവനും നമുക്ക് തിന്നാന്നുള്ളതാണ്. വെയിറ്റ് എടുക്കാൻ മറന്നുപോയി. മാങ്ങൻ്റെ ആക്രാന്തത്തിൽ വെയിറ്റ് എടുക്കാനൊക്കെ മറക്കണില്ല. എന്തായാലും ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും എന്തായാലും. അപ്പം ഈ മാങ്ങ എവിടെ നിന്ന് കിട്ടിയാലും നല്ല ഗ്രാഫ്റ്റഡ് തൈകൾ കിട്ടിയാലും വാങ്ങി വെച്ചോളും. നിങ്ങൾക്ക് മാങ്ങ പ്രേമികൾക്ക്, മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലാതെ നാട്ടുകൂട്ടം മാത്രമേ തിന്നെടുക്കുന്നുള്ളവർക്കല്ല. വിദേശ മാങ്ങകളും എല്ലാം നമ്മൾ സ്വീകരിക്കണം. നല്ലതിനെ കണ്ടാൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരെയും തറവാട്ട് സ്വത്തൊന്നുമല്ല മാങ്ങ. അപ്പോൾ അത് തിന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. എന്താണോ നല്ലത് നമ്മളെ രുചിക്ക് അനുസരിച്ച് എന്തൊക്കെയാണോ നമുക്ക് പിന്നെ രസം കിട്ടുന്നത്, എന്ത് കഴിച്ചാലാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്, എന്ത് കണ്ടാലാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, അതൊക്കെ ചെയ്യുക. ഈ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അല്ലാതെ ആ കിണറ്റിലെ തവളകളെ പോലെ ഇങ്ങനെ പുറം ലോകമൊന്നും കാണാതെ ഇതാണ് ജീവിതം എന്നും പറഞ്ഞിരിക്കുന്ന കുറേ വർഗ്ഗങ്ങളുണ്ട്. അപ്പം അവരെ എടുത്ത് അവർ അങ്ങനെ ജീവിച്ചോട്ടെ. പല മനുഷ്യന്മാരെ താല്പര്യമല്ലോ, ഓരോരുത്തരും അങ്ങനെ ജീവിച്ചോട്ടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്ഥലം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് 10 ഏക്കറും 15 ഏക്കറൊന്നും ഇല്ല, ഒരു 10 സെൻറ്റ് ഉള്ളൂ, 5 സെൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു തൈ വാങ്ങിയിട്ട് ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ വെച്ച് വളർത്തിയിട്ട് അതിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിച്ച് കഴിക്കുന്ന സുഖമുണ്ടല്ലോ. അത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എത്ര മാങ്ങ വാങ്ങി കഴിച്ചാലും അത് കിട്ടില്ല. ആ വാങ്ങിക്കഴിച്ചാൽ ആ മധുരം കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും എന്നല്ലാതെ നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ, ഈ റെഡ് ഐവറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മളെ വരും തലമുറയുടെ ഒരു സംഭവം തന്നെ ആവും മാറ്റിമറിക്കുന്ന. അൽഫോൺസൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ബാക്കിൽ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇതിൻ്റെ അടിയിൽ വരും, അത് നമുക്കറിയാം വരും എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു പുതിയ മാജിക് വീഡിയോ ആയിട്ട് വരും. അടുത്ത മാജിക് റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും. ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.